നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം 27 ക്യാബിനറ്റ് റാങ്കുള്ളവർ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് ഒടുവിൽ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു. കാസർഗോഡ് ഉർദൂർ സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ മുഹമ്മദ് അഷ്റഫിൻ്റെ അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിച്ചത് അദ്ദേഹം ഞങ്ങൾക്കും അയച്ചു തന്നു. ഞെട്ടിക്കുന്ന കണക്കാണിത്. നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് 2,52,00,000 രൂപ ഈ മന്ത്രിമാർ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് പിണറായി വിജയനാണ്, 93 ലക്ഷത്തിലധികം രൂപ. പ്രതിപക്ഷ നേതാവായ VD സതീശനും മോശക്കാരനല്ല. 6 ലക്ഷത്തിലധികം രൂപയാണ് സതീശനും ചികിത്സാ ചെലവിൽ കൈപ്പറ്റിയത്. ഞെട്ടിക്കുന്ന ആ കണക്ക് ആദ്യം കേൾക്കുക. പിണറായി വിജയൻ 93,24,282 രൂപ, കൃഷ്ണൻകുട്ടി 48,69,772 രൂപ, V ശിവൻകുട്ടി 33,48,898 രൂപ, R ബിന്ദു 10,03,593 രൂപ, VN വാസവൻ 9,67,986 രൂപ, കടന്നപ്പള്ളി രാമചന്ദ്രൻ 8,08,937 രൂപ, V അബ്ദുൾ റഹീം 7,60,965 രൂപ, VD സതീശൻ പ്രതിപക്ഷ നേതാവ് 6,40,786 രൂപ, ആന്റണി രാജു 2.5 കൊല്ലമേ മന്ത്രിപ്പണിയെടുത്തുള്ളൂ, അതിനിടെ ജട്ടിമോഷണ കേസിൽ ശിക്ഷ അനുഭവിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചു, 6,41,071 രൂപ, AK ശശീന്ദ്രൻ 5,94,458 രൂപ, MB രാജേഷ് 4,98,806 രൂപ, അഹമ്മദ് ദേവർകോവിൽ 4,20,561 രൂപ, KN ബാലഗോപാൽ 2,33,499 രൂപ, MV ഗോവിന്ദൻ 2,22,256 രൂപ, ഡോക്ടർ N ജയരാജ് ചീഫ് വിപ്പാണ് 1,99,158 രൂപ. അങ്ങനെ ആകെ 2,52,526 രൂപ. നോക്കൂ, പിണറായി വിജയൻ മായോ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ച ചെലവിൽ മാത്രം 88,18,210 രൂപ ചെലവാക്കിയിട്ടുണ്ട്. യാത്രാ ചെലവും മറ്റുമൊക്കെ വേറെയാണത് അനുവദിച്ചിട്ടുണ്ട്. ഇത് ചികിത്സാ ചെലവാണ്. നോക്കൂ, 4 ലക്ഷം രൂപ മാത്രം ഒരു വീട് നിർമ്മിക്കാൻ കൊടുക്കുന്ന സർക്കാരാണ് ഏതാണ്ട് 2.5 കോടിയിലധികം രൂപ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇവർ മന്ത്രിമാരല്ലായിരുന്നെങ്കിൽ ആര് ചികിത്സിക്കുമായിരുന്നു ഇവരെ? എന്തുകൊണ്ടാണ് ഇവർ പൊതുജനങ്ങളുടെ പണത്തിൽ നിന്നും ചികിത്സയ്ക്ക് പണമെടുത്തത്? പിണറായി വിജയനും VD സതീശനും അടക്കമുള്ളവർ ആ പദവിയിൽ ഇല്ലായിരുന്നെങ്കിൽ അവർ ചികിത്സ കിട്ടാതെ മരിക്കുമായിരുന്നോ? എന്തുകൊണ്ടാണ് പൊതുജനങ്ങളോട് ഇങ്ങനെയൊരു അവജ്ഞ ഇവർ കാണിക്കുന്നത്? പിണറായി വിജയനേക്കാൾ എന്നെ അതിശയിപ്പിച്ചത് VD സതീശന് 6.5 ലക്ഷം രൂപയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന ആരോഗ്യവാനെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന VD സതീശൻ 6.5 ലക്ഷം രൂപ കൈപ്പറ്റിയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ എത്ര രൂപയായിരിക്കും ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്തു മാറ്റുന്നത്? ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് സ്വന്തം ചികിത്സ കണ്ടെത്താൻ പോലും ഇവർക്ക് കഴിയുന്നില്ല? എന്തിനാണ് ഈ ചികിത്സ ജനങ്ങളുടെ തലയിൽ ഇവർ കെട്ടിവയ്ക്കുന്നത്? ഇവർ മന്ത്രിമാരോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഇവർ ചികിത്സാ ചെലവ് കണ്ടെത്തുമായിരുന്നോ? സുപ്രധാനമായ ചോദ്യത്തിന് നേതാക്കൾ ഉത്തരം പറയണം. ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ സർക്കാർ ആശുപത്രിയിൽ കയറിയിറങ്ങി കിടക്കാൻ ബെഡ് കിട്ടാതെ കാത്തിരിക്കുമ്പോഴാണ് നിങ്ങളിങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയെടുക്കുന്നത്. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മഹത്താണ്, ബൃഹത്താണ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടാത്തത്? സർക്കാർ ആശുപത്രിയിൽ ചികിത്സയുടെ കണക്ക് ഒരുപക്ഷെ ഇതിൽ വരുന്നുണ്ടാവില്ല, കാരണം സൗജന്യമാണല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മാറാരോഗികളാണ്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടൊന്നും നിങ്ങളുടെ രോഗം മാറുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യ ആശുപത്രികളെയും വിദേശത്തും പോകുന്നു. ചോദ്യം ഇതാണ്, ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചികിത്സിക്കേണ്ട നിങ്ങൾ പിന്നെ എന്തിനാണ് വീണ്ടും മത്സരിച്ചത്? നോക്ക്, ഏറ്റവും അധികം പണം മുടക്കിയത് പിണറായി വിജയനും K കൃഷ്ണൻകുട്ടിയും ശിവൻകുട്ടിയും R ബിന്ദുവുമാണ്. ആദ്യത്തെ 3 പേർ 30 ലക്ഷത്തിലധികമാണ് ചെലവാക്കിയിരിക്കുന്നത്. ശിവൻകുട്ടിക്ക് 33.5 ലക്ഷം, K കൃഷ്ണൻകുട്ടിക്ക് 48.5 ലക്ഷം, പിണറായി വിജയന് 93 ലക്ഷം. ഈ 3 പേരിൽ കൃഷ്ണൻകുട്ടി ആരോഗ്യ കാരണങ്ങൾ മത്സരിച്ചില്ല. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കേണ്ട ഗുരുതര രോഗാവസ്ഥയുള്ള പിണറായി വിജയനും ശിവൻകുട്ടിയും R ബിന്ദുവും ഒക്കെ എന്തിനാണ് വീണ്ടും മത്സരിച്ചത്? ഇങ്ങനെ വയ്യാത്ത VD സതീശൻ എന്തിനാണ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ക്യാമ്പയിൻ നടത്തിയത്? അങ്ങേറ്റം ഖേദകരമാണ് നിങ്ങളുടെ ഈ നിലപാട്. നിങ്ങൾക്ക് പൊതുഖജനാവിലെ പണം അടിച്ചു മാറ്റണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചികിത്സയുടെ പേരിൽ പണം എഴുതിയെടുക്കുന്നത് എന്ന് തീർച്ചയാണ്.
അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് തുടങ്ങാത്തത്? ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു താല്പര്യവും ഇല്ലാതിരുന്നിട്ട് കൂടി നിർബന്ധിച്ച് മെഡിസപ്പിൽ ചേർത്തു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ മെഡിസപ്പിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും MLA-മാരെയും ചേർത്തുകൂടാ? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു കൂടിയ പാക്കേജ് ആരംഭിച്ചുകൂടാ? മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ പ്രത്യേകം ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ എത്ര കുറവായിരിക്കും ഈ ചികിത്സാ ചെലവ്? അതിനെക്കുറിച്ച് 10 വർഷം പിണറായി ആലോചിച്ചില്ല, ഇപ്പോൾ അധികാരത്തിൽ വന്ന് VD സതീശനും ആലോചിക്കുന്നില്ല. അതിനർത്ഥം നിങ്ങൾ മാറാരോഗികളായി അഭിനയിച്ച് ജനങ്ങളുടെ നികുതി പണം അടിച്ചു മാറ്റാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നുവെന്നാണ്. ഈ അന്യായം അവസാനിപ്പിച്ചാൽ മതിയാവൂ. നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് വേണം ചികിത്സാ ചെലവ് കണ്ടെത്താൻ. അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തവർ മത്സരിച്ച് ജനത്തെ കബളിപ്പിക്കാൻ രംഗത്തിറങ്ങരുത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനവിധിക്കെതിരെയുള്ള തുണിപൊക്കിക്കാട്ടലാണ്.